ഓണം വെക്കേഷനായാൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അവിടെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതുപോലൊരു സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുകയാണ്. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപ്പെടുത്തിട്ട് അത് സോക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പും പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റവിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കട്ടോ. എത്രയൊക്കെ ഞാൻ എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ അടുത്ത് പോലും എത്താറില്ല. അങ്ങനെ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് കൂട്ട് റൂട്ട്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ടാണ് കേട്ടോ. ഈ ഒരു സാമ്പാർ കൂട്ട് യൂസ് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല നാടൻ സാമ്പാറിന്റെ രുചിയാണ് കേട്ടോ ഇതിന്. പിന്നെ ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാൻ ഒരു ടെൻഷനും വേണ്ട. കാരണം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ സാമ്പാർ റെഡി ആയി കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഇതിൽ തന്നെ എല്ലാ സ്പൈസസും ഇൻക്ലൂഡ് ആയതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഒരു പാക്കറ്റിന്റെ ബാക്കിലായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ഒരു സ്കാനറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കൂട്ട് മാത്രമല്ല കേട്ടോ, വറുത്തെടുത്ത കടലക്കറിയുടെയും ചിക്കൻ കറിയുടെ എല്ലാം കൂട്ട് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഒരു 1 ഇയർ വരെ ഇതിന് ഷെൽഫ് ലൈഫ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഒന്നുമില്ല. അപ്പോൾ അബ്രോഡ് പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകട്ടോ. ഇവരിപ്പം സ്മോൾ ക്വാണ്ടിറ്റിയിലല്ല ബൾക്ക് ഓർഡേഴ്സും എടുക്കുന്നുണ്ട്. നല്ല ഒതന്റിക് ആയിട്ടുള്ള ഈ ഒരു വറുത്തെടുത്ത കൂട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചോറും മീനും ഉപ്പേരിയും പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം.